ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ റെസിപ്പി നാടൻ രീതിയിലുള്ള പഴംപൊരിയാണ്. ചായക്കടകളിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടണോട് കൂടെ തന്നെ. പഴംപൊരിക്ക് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഒരുപാട് പഴുക്കാത്ത നേന്ത്രപ്പഴം നന്നായിരിക്കില്ല. അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വീണ്ടും ഞാൻ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക, പിന്നെ അരിപ്പൊടി, പിന്നെ ഇഡ്ഡലി ദോശ മാവ്, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പഞ്ചസാര. നിങ്ങളുടെ പഴത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്തോളൂ. പഴം നല്ല മധുരമാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ ഇടയിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കലക്കിയെടുക്കണം വെള്ളത്തിൽ. ഒരുപാട് തിക്കും ഒരുപാട് തിൻ ബാറ്ററും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് എണ്ണയിൽ വറുത്ത് കോരാം. ഞാൻ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് രണ്ട് ഭാഗവും കുക്കായിട്ടുണ്ട്. എടുത്ത് മാറ്റാം. നമ്മുടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള നാടൻ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ കടലമാവ്, ഗോതമ്പ് മാവിലൊക്കെ പഴംപൊരി ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മുടെ ഈ പഴംപൊരിയുടെ ടേസ്റ്റ് വേറെ ഒന്നിലും കിട്ടുന്നില്ല. എന്ത് പൊടി മാറ്റിയാലും എനിക്ക് കിട്ടാറില്ല. എനിക്ക് ഈ ടേസ്റ്റ് തന്നെയാണ് ഇഷ്ടം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ ബെൽ ബട്ടണോടുകൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.